എല്ലാം വെറുതെ ആയി. ഓ, എന്തു പേരാണോ ഇതൊക്കെ? കനവ് ഫാക്ടറി എന്നൊക്കെ. ഒരു മുരുകൻ, വിനായകൻ, അയ്യപ്പൻ ഒരു ദൈവത്തിന്റെ പേര് വെച്ച് തുടങ്ങാൻ മേലായിരുന്നോ? ഉറങ്ങി എഴുന്നേക്കുമ്പോ മറന്നു പോകുന്ന സ്വപ്നം പോലെ ഇതും കാണാതെ പോടോ. കൂടുതൽ ചിന്തിക്കാതെ ചേട്ടൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് പോകാൻ നോക്ക്. സ്വർണ്ണമെങ്കിലും മിച്ചം. അതെ സാറേ, സാറിന്റെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇത് വെച്ചിട്ട് പണം തരാൻ പറ്റില്ല, അത് പറഞ്ഞാൽ മതി. സാറേ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാ പൈസ ചോദിച്ചത്. ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നല്ലത് പറഞ്ഞ ആരാ കേക്കുന്നേ? കയ്യിൽ വിളക്കം പിടിച്ചോണ കെട്ടിച്ചാടാൻ പോവല്ലേ? ചാടിക്കൂ, എനിക്കെന്താ. എന്താന്ന് വെച്ചാ ഈ ജോലി അങ്ങനെയാ. വലിയ വലിയ ആളുകളൊക്കെ തലേ മുണ്ടിട്ടോണ്ടാ പോയത്. അതുകൊണ്ടാ പറഞ്ഞത്. ഇതാ, ഇതിൽ 5 ലക്ഷം രൂപ പൈസയുണ്ട്. എണ്ണി നോക്കി എടുത്തോ. കുഴപ്പമില്ല, എടുത്തു വെക്കടി. ആ, പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. എൻ്റെ അടുത്ത് 3 പൈസയാ പലിശ. എല്ലാ മാസവും കറക്റ്റായിട്ട് പലിശ വരണം. പിന്നെ 2 വർഷത്തിനുള്ളിൽ സ്വർണം എടുത്തോണം. ഇല്ലെങ്കിൽ ലേലത്തിന് വെക്കും. പിന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? നോക്കിക്കോ. മരുമോനെ, മാമനൊരു സഹായം ചെയ്യാനേ പറ്റുള്ളൂ. കൂടെ വരാൻ പറ്റില്ല മരുമോനെ. പലിശയും മുതലും കറക്റ്റായിട്ട് കെട്ടിക്കൊള്ളണം കേട്ടോ. കടം തന്നവർ നമ്മുടെ വീട്ടിലേക്ക് വരാണ്ടിരിക്കാൻ നോക്കണേ. നിന്റെ അമ്മയെ കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയാലോ. ഇന്നാ ഈ പണം വാങ്ങിക്കേ. കണ്ടാ മതിയല്ലോ. കെട്ടിയ മുണ്ട് വരെ ഊരി കൊടുത്തിട്ട് വന്നോളൂ ആ മനുഷ്യൻ. ഞാൻ എത്ര പറഞ്ഞാലും അങ്ങനെ അത് കേക്കണ്ട മോനെ. ഇതാ, നീ ഇത് വാങ്ങിച്ച മോനെ. വന്ന് കടം വാങ്ങി കൊടുക്കാൻ തുടങ്ങി. ഇനി കടക്കാരി വീടിന്റെ മുറ്റത്ത് വന്നിക്കട്ടെ. അപ്പ കാണിക്കാൻ ഞാൻ ആരാണ്? പ്രസവിച്ചിട്ടേച്ച് പോയതാ. അന്ന് കേട്ടി തൊഴിൽ വെച്ചതാ. ഇന്ന് ചുമന്നോണ്ട് അടക്കാം അങ്ങേരെ. മരുമോനെ, അവിടെ എന്തേലൊക്കെ പറഞ്ഞിട്ട് പോട്ടെ മോനെ. ഇതാ, ഈ പണം വാങ്ങിക്കും മോനെ. വാങ്ങിക്കടാ മരുമോനെ, വാങ്ങിക്കോ. താങ്ക്സ് മാമ, ഞാൻ പോയിട്ട് വരാം. കുഴപ്പമില്ലടാ. മരുമോനെ, നീ ജയിച്ചു കാണണോടാ. നീ ജയിച്ചേ പറ്റൂ. അതാണ് ഇതിനൊക്കെയുള്ള മറുപടി മോനെ. പേടിക്കണ്ട, നീ പോയിട്ട് വാടാ മോനെ. അമ്മു, നിന്റെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഈ 5 ലക്ഷം രൂപ ഞാൻ എടുക്കുക. ഈ കാശുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി തുടങ്ങാൻ പറ്റൂ. അറിയാം ചേട്ടാ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ കമ്പനി ആരംഭിച്ചിട്ട് വലിയ ആളായിട്ട് വരണം. അതാ ചേട്ടാ എന്റെ ആഗ്രഹം. ശരി അമ്മു. അതേ മോനെ, നീ ഒരു നല്ല നിലയിലെത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം നോക്കാം. ചേട്ടാ, ഇനി മുതൽ ഈ നാട്ടിൽ ആരും ചേട്ടനെ പെയിന്റർ രാജാവെന്ന് വിളിക്കാൻ പാടില്ല. മുതലാളി രാജാവെന്ന് വിളിക്കണ്ടേ. അത് മതി ചേട്ടാ ഞങ്ങൾക്ക്. എടാ, എന്റെ പെങ്ങളുടെ കല്യാണം എങ്ങനെ നടത്തുന്ന ആലോചിച്ച് എനിക്ക് പേടിയാവുന്നടാ. നീ എന്തിനാണ് പേടിക്കുന്നേ? നമ്മളെല്ലാരും കമ്പനി തുടങ്ങി വലിയ ആളായി കഴിഞ്ഞാൽ ഈ നാട് തന്നെ തിരിഞ്ഞു നോക്കുന്ന പോലെ നിന്റെ അനിയത്തിന്റെ കല്യാണം നമ്മൾ നടത്തത്തില്ലേ? നമുക്ക് നോക്കാന്നേ. ചേട്ടാ, നിങ്ങളൊക്കെ ക്യാഷ് അറേഞ്ച് ചെയ്തു. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചിരുന്നു, ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഈ സൈക്കിൾ അങ്ങ് വിറ്റാലോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം നീ പഠിക്കടാ, ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്നേ. കതിർ, ഞാൻ പറഞ്ഞ ഒന്നും തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്തിനാട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇന്നലെ ഇന്നാണോ കാണാൻ തുടങ്ങിയേ? നിങ്ങൾ പറയട്ടാ. ബസ് കമ്പനി തുടങ്ങുന്നത് വലിയ കാര്യമൊന്നുമല്ല. ചേസ് എടുക്കുന്ന വലിയ കാര്യം. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഏത് ബസ് ഓർഡറാ ചേസ് തരിക? വലിയ വലിയ ആൾക്കാരൊക്കെ കമ്പനി തുടങ്ങി മുങ്ങിയ ചരിത്രമുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവനും തോറ്റു ഇവനും തോറ്റു നീയും തോറ്റു എന്ന് പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? എപ്പോഴും തോറ്റവനെ നോക്കാൻ പാടില്ല, ജയിച്ചവനെയാ നോക്കണ്ടേന്നാ ചേട്ടൻ എപ്പോഴും പറയാറ്. ഞങ്ങളുടെ കണ്ണിലൊക്കെ ചേട്ടനാ ഉള്ളത്. കുമാരട്ടാ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ സ്വപ്നം തുടങ്ങിയത് ഇന്നൊന്നല്ല, ചെറുപ്പത്തില് തുടങ്ങിയതാ. ജയിക്കും ചേട്ടാ. ആ നെഞ്ചുറപ്പ് നിൽക്കൊണ്ടല്ലോ. എന്നാ തുടങ്ങിക്കോടാ. എന്തു പറ്റി? റിങ് പോകുന്നുണ്ട്.
എന്ത് പറ്റി ഗായത്രി? അച്ഛൻ ഫോണേ എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ ഇന്ന് വെള്ളം അടിച്ച് പാമ്പായിട്ടുണ്ടാവും. എന്താടാ ഇന്നലെ തന്നെ പറഞ്ഞാലേ പൂജക്ക് വരണമെന്ന്, ഇപ്പൊ വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ഡാ നമ്മുടെ മേസ്തിരിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ എവിടെയെങ്കിലും കുടിച്ച് വീണ് കിടക്കുന്നുണ്ടാവും. ദേ സമയമായി, എല്ലാവരും വന്നേ, നമുക്ക് ഇതിന്റെ പണിയൊക്കെ അങ്ങ് തീർക്കാം. ശരി പോവാം. നീ വിഷമിക്കാതിരിക്കുക. വാ, വാ, ഗായത്രി. നോക്കാം. നീ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നമസ്കാരം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അങ്ങനെ കമ്പനി തുടങ്ങി, ഇനി ചെയ്സ് കിട്ടുന്നതാണ് പ്രധാനം. ശ്രമിക്ക്, ഒരു തവണയല്ല 100 തവണ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് കമ്പനിയുടെ മുതലാളിക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസം വരും. ആ വിശ്വാസം നിങ്ങൾ കാത്തുകൊള്ളണം, നിങ്ങളെ ആ വിശ്വാസം കാത്തുകൊണ്ടോളും. മനസ്സിലായോ? നന്നായി വരട്ടെ, നന്നായി വരട്ടെ, നന്നായി വരട്ടെ. കൊച്ചു കമ്പനിക്ക് ഒരു ചെറിയ മുതലാളിയായിട്ടല്ല, വലിയ കമ്പനിക്ക് ഒരു വലിയ മുതലാളിയായി നിങ്ങൾ മാറും. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് കാര്യമാ. ഈ പിള്ളേർ നന്നായി വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാ പിന്നെ ശരി ഏട്ടാ. തിരുനെൽവേലിയിൽ ഒരുപാട് നാളുകളായി ഒളിവിലായിരുന്ന കുപ്രസിദ്ധ റൌഡികളായ ബുള്ളറ്റ് രാജേന്ദ്രൻ ഒപ്പം താടി ബാല എന്നീ രണ്ടുപേരെയും ഇൻസ്പെക്ടർ ദുരേരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഇന്ന് വളഞ്ഞ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവർ രണ്ടുപേരും പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുകൊണ്ട് പോലീസുകാർ അവരിരുവരെയും എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നു. ഒരുപാട് കൊലപാതക കേസുകളും കള്ളക്കടത്ത് കേസുകളും ഇരുവരുടെയും ഹലോ ഹലോ കണ്ണമ്മ, ഇന്ന് ഫുള്ള് ടിവിയിലെ സ്റ്റാർ സാറാണല്ലോ. തിരുനെൽവേലിയിലെ ഇവിടെ രണ്ടവന്മാര് നല്ല ശല്യമായിരുന്നു, അതുകൊണ്ടാ ഓടിച്ചിട്ട് വെടിവെച്ച്. ആദ്യം കഴിക്കും മോളെ, എന്നിട്ട് സംസാരിക്കാം. പിന്നെ അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. ശരി, ഞാൻ സ്റ്റേഷനിലോട്ട് പോവാം. ശരി എന്നാ, ഓക്കെ. ടേക്ക് കെയർ. ഓക്കെ ഓക്കെ കണ്ണമ്മ, ടേക്ക് കെയർ. ഓക്കെ. പോട്ടെ അമ്മേ. ആദോര അവൻ അത്ര നല്ലവനല്ല മോളെ. എന്താ അമ്മ ചെയ്യാ, യൂണിഫോം ഇട്ട് പോയില്ലേ? എല്ലാവർക്കും നല്ലവനായിട്ട് ഇരിക്കാൻ പറ്റുമോ പറ? അമ്മ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ബായ് അമ്മേ.